ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമസ്കാരം. 3 to 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പിടിയും മുട്ടയുമാണ്. ഇനി നമുക്ക് വീഡിയോ കാണാം. പിടിയും മുട്ടയുമാണ്. അതിന് വേണ്ടിയിട്ട് പിടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ പിടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ പാൽപ്പിടിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിടി ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് പിടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിക്കാം. പിടി വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നാളികേരമാണ് വറുക്കുന്നത്. തേങ്ങ വറുക്കുന്നതിന് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. നമുക്ക് വറുക്കാം. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കത് വറുത്തെടുക്കണം. തേങ്ങയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പിടിയുടെ മസാല ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് വേപ്പിലിടാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റാം. പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു വലിയ സബോള അരിഞ്ഞ് ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റാം. സബോള നന്നായി വഴന്ന് വരണം. സബോള വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റാം. പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. തക്കാളി വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചിക്കിയിട്ടെടുക്കാം. തേങ്ങ വറുത്തത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി അതിലേക്ക് ചേർക്കാം. തേങ്ങ അരച്ച രാവിലെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു 2-3 മിനിറ്റ് നേരം തിളയ്ക്കണം. തേങ്ങയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് പിടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ആവണം. പിന്നെ മസാല ഒക്കെ പിടിയിൽ പിടിക്കണം. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിൽ തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 5 ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് വേപ്പില ഇടുന്നുണ്ട്. ഗോൾഡൻ കളറായി വരണം. ഉള്ളി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഒഴിക്കാം. ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം.
പിടിയും മുട്ടയും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്